ഗവൺമെന്റ് LPBS മലയൻകീഴ് ഭരണകൂടാരം ഉദ്ഘാടനം അഡ്വക്കേറ്റ് IB സതീഷ് MLA നിർവഹിച്ചു. മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A വത്സലകുമാരി അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ JS ജയകുമാർ സ്വാഗതം പറഞ്ഞു. പദ്ധതി വിശദീകരണം DPC SSK തിരുവനന്തപുരം ഡോക്ടർ B നജീബ്. കാട്ടാക്കട നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് IB സതീഷ് ഉദ്ഘാടനം ചെയ്തു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ S സുരേഷ് ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃഷ്ണപ്രിയ KS, വാർഡ് മെമ്പറും ക്ഷേമകാര്യ ചെയർമാനുമായ ശ്രീ K വാസുദേവൻ നായർ, പഞ്ചായത്ത് അംഗം രജിത് R, പഞ്ചായത്ത് അംഗം അനിൽകുമാർ, പഞ്ചായത്ത് അംഗം ശ്രീ ഗിരീശൻ B, AEO കാട്ടാക്കട ശ്രീമതി S ബീനകുമാരി, BPC കാട്ടാക്കട ശ്രീ N ശ്രീകുമാർ, BRC കാട്ടാക്കട ട്രെയിനർ ഡോക്ടർ വിനയ S, CRC കോർഡിനേറ്റർ ശ്രീമതി സിന്ധു S, SMC ചെയർമാൻ ശ്രീ ബാലചന്ദ്രൻ C, MPTA പ്രസിഡന്റ് ശ്രീമതി ശ്യാമ S, PTA പ്രസിഡന്റ് ശ്രീ BK ഷാജി കൃതജ്ഞത പറഞ്ഞു. തിരക്കിട്ട് ഈ ഉദ്ഘാടന പരിപാടി നിശ്ചയിച്ചത് MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിന് അനവധി പരിപാടികൾ ഉണ്ടായിരുന്നിട്ടും ഈ പരിപാടി സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. പ്രിയമുള്ളവരെ, ഈ നമ്മൾക്കൂടാതെ ഒരുക്കുന്നതിനുള്ള നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു സ്വാഗത പ്രസംഗത്തിൽ. പക്ഷേ എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഗവൺമെന്റ് LPBS മലയൻകീഴിലെ ഭരണകൂടാരം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമുക്കറിയാം, കുട്ടികളുടെ ആരോഗ്യവും സന്തോഷവും വളർത്തിയെടുക്കുന്നതിന് അത് ഈ കളികളിലൂടെ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് ഈ ഭരണകൂടാരം ഇതിന് സാധിച്ചിട്ടുണ്ട് എന്നതിന് നേരത്തെ ഉദ്ഘാടനം കഴിഞ്ഞ അതിമനോഹരമായി കുട്ടികൾക്ക് പഠിച്ച് കളിക്കുവാനുള്ള വിചിത്രമായ ഒരുപാട് പദ്ധതികൾ നമ്മുടെ ചുവരുകളിലും മറ്റുമെല്ലാം തന്നെ എഴുതി വെച്ച് കളിക്കുന്നതിനും ഉല്ലസിക്കുന്നതിനും നമുക്ക് 13 ഇടങ്ങൾ ഒരുക്കിയിരിക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ സ്കൂളിൽ കയറിയാൽ അറിയാം. ആ സ്കൂളിലേക്ക് പ്രവേശിച്ച് അവിടെ ഉദ്ഘാടനം കഴിഞ്ഞതാണ്. അവിടെ 13 ഇടങ്ങൾ അവിടെയുണ്ട്. ഓരോ ഇടങ്ങളും നമ്മുടെ കുട്ടികളുടെ സമഗ്ര ശേഷിയും വികസിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ സവിശേഷത. നമ്മുടെ 3 വയസ്സിനും 6 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഷാ വികാസം സംഭവിക്കുന്ന സമയമാണത്. അവരുടെ ബുദ്ധിവികാസം സംഭവിക്കുന്ന സമയമാണത്. അവരുടെ സർഗാത്മക ഭാവന ഉണരുന്ന സമയമാണത്. അവരുടെ പേശി വികാസത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഏജ് ആണത്. ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾ കളിച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിൽ പ്രവർത്തന ഇടങ്ങളിൽ കളിച്ചുകൊണ്ട് പഠിക്കുന്നു. ലക്ഷ്യബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം ഈ വർണ്ണക്കൂടാരത്തിന്റെ പ്രോജക്റ്റ് ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടുകൂടി നമ്മുടെ ജില്ലയിൽ സംസ്ഥാനത്താകെ നടപ്പിലാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെയും പ്രീ പ്രൈമറി ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കുന്നത്. ഇപ്പോൾ വർണ്ണക്കൂടാരം പദ്ധതി എന്ന് പറയുമ്പോൾ അത് വെറുതെ കുറെ കളിപകരണങ്ങൾ വാങ്ങിച്ചു വെക്കുകയല്ല, നമ്മുടെ കുട്ടികളുടെ വികാസ മേഖല ശാരീരിക മാനസിക വൈജ്ഞാനിക തലങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടും അവരുടെ വികാസ മേഖലകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ വർണ്ണക്കൂടാരവുമായി ബന്ധപ്പെട്ട് പല വർണ്ണക്കൂടാരങ്ങളും നേരിൽ കാണാൻ പോയിരുന്നതിലാണ്. അപ്പോഴേക്ക് എനിക്കൊരു ചങ്കിടിപ്പുണ്ടായിരുന്നു. നമ്മുടെ വർണ്ണക്കൂടാരത്തിൻ്റെ വർണ്ണങ്ങൾ കുറഞ്ഞു പോകുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. പുതിയ
ഗംഭീരമായിരിക്കുന്നു. ഞാൻ ഈ അവസരത്തിൽ ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ, അധ്യാപകർ, അനധ്യാപകർ, ഒട്ടേറെ പ്രതിസന്ധിയിലൂടെയാണ് ഈ പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. LPPSന്റെ സ്ഥലപരിമിതിയിൽ നിന്നുകൊണ്ട് വളരെ ഭംഗിയായ ആ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. മതിലുമായി ബന്ധപ്പെട്ട് മതിൽ പൊളിച്ച് പണിയുന്ന സമയത്ത് ഒട്ടേറെ വിവാദങ്ങൾക്കിടയിലുണ്ടാകും. എല്ലാ മാധ്യമങ്ങളും അത് വാർത്ത ചെയ്യപ്പെട്ടു. നമ്മൾ ആ സമയത്തെല്ലാം പറഞ്ഞു നമ്മൾ നിശ്ചയിച്ച സമയത്ത് മതിലിൻ്റെ പണി പൂർത്തിയാക്കും.